അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ സ്ത്രീകളുടെ മയ്യിത്ത് നിസ്കാരത്തിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ചില കാര്യങ്ങളെ വിമർശിച്ച് ചില കമൻറ്റുകളിൽ വന്ന കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വളരെ ചെറിയ രൂപത്തിൽ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരാൾ മരിച്ചാൽ ആ മയ്യത്തിൻ്റെ മേലിൽ ആ മരിച്ച നാട്ടുകാരുടെ മേലെ ഫർള് കിഫയാണ് അവരെ കുളിപ്പിക്കുക. ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ 4 കാര്യങ്ങൾ സാമൂഹ്യ ബാധ്യതയാണ്. സാമൂഹ്യ ബാധ്യത എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്താലും മറ്റുള്ളവർ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരും. അതാണ് സാമൂഹ്യ ബാധ്യത, ഫർള് കിഫ എന്ന് പറയുന്നത്. ഒരാൾ മരിച്ചാൽ ആ മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക. ഇത് ഫർള് കിഫയാണ്, സാമൂഹ്യ ബാധ്യതയാണ്. ഒരു നാട്ടിൽ ഈ ഒരാൾ മരിച്ചാൽ ഈ കാര്യങ്ങൾ, ഒരു മുസ്ലിമായ ആളാണെങ്കിൽ ഇതൊക്കെ ഫർള് കിഫയായിട്ട് വരും, എല്ലാവരുടെ മേലും ഫർള് കിഫയായിട്ട് വരും. എന്നാൽ ഇത് മത്ലൂബ് ആരോടാണ് തേടപ്പെട്ടത്? ആരോടാണ്? ഇത് പുരുഷന്മാരോടാണ് തേടപ്പെട്ടത്, സ്ത്രീകളോട് തേടപ്പെട്ടിട്ടില്ല. സ്ത്രീകളോട് ഒരു കാര്യം അതിൽ തേടപ്പെട്ടിട്ടുള്ളൂ, അതേതാ? കുളിപ്പിക്കുക. സ്ത്രീകൾ മരിച്ചാൽ സ്ത്രീകളാണ് കുളിപ്പിക്കേണ്ടത്, പുരുഷന്മാർ മരിച്ചാൽ പുരുഷന്മാരും. ഇനി വിവാഹബന്ധം ഹറാമായവരാണെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷർക്ക് സ്ത്രീകളെയും കുളിപ്പിക്കാം. ഇനി ഭാര്യ മരിച്ചാൽ ഭർത്താവിനും, ഭർത്താവ് മരിച്ചാൽ ഭാര്യക്കും കുളിപ്പിക്കാം. ഇനി ഒരു സ്ഥലത്ത് കുളിപ്പിക്കാൻ ആരുമില്ല, അന്യർ മാത്രമുള്ളത്, ഒരു സ്ത്രീ മരിച്ചു, അവിടെ കുളിപ്പിക്കാൻ ആ ഒരു സ്ത്രീ മാത്രമുള്ളത്, വേറെ അന്യർ പുരുഷന്മാരുള്ളത്. എന്നാൽ എന്താ ചെയ്യേണ്ടത്? അവർക്ക് താമം ചെയ്ത് കൊടുത്താൽ മതി എന്നാ, കുളിപ്പിക്കേണ്ടതില്ല എന്നാ. കുളിപ്പിക്കേണ്ടതില്ലാത്തതിൽ പെട്ടാണ് താമം ചെയ്ത് കൊടുക്കുക. അപ്പം എന്നാൽ കുളിപ്പിക്കേണ്ടതില്ലാത്ത വേറെ മയ്യത്തുണ്ടോ? ഉണ്ട്, അതേതാ? ഷഹീദ്. ഒരാൾ യുദ്ധത്തിൽ ഷഹീദായി മരിച്ചാൽ അത് ഏറ്റവും മുന്തിയ ഒരവസ്ഥയാണല്ലോ ഷഹീദ്. ആ ഷഹീദിനെ അവരെ കുളിപ്പിക്കേണ്ട, ഈ മയ്യത്ത് നിസ്കരിക്കൊന്നും വേണ്ട, അങ്ങനെ മറവ് ചെയ്താൽ മതി. എന്താ ആരെ കുളിപ്പിക്കും, അവർക്ക് നിസ്കരിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞത്? എന്താ അവർക്ക് നിസ്കരിക്കേണ്ടാത്തത്? അവരതിനത്രയും വലിയ മർത്തബയിലെത്തി. ഷഹീദിൻ്റെ ഫضലാണ്, ശ്രേഷ്ഠതയാണത്. എന്നാൽ ഈ മത്ലൂബ് തേടപ്പെട്ടത് പുരുഷന്മാരോടാണ്. സ്ത്രീകൾ ഇനി നിസ്കരിക്കുകയാണെങ്കിൽ സ്ത്രീകളോട് തേടപ്പെടാത്ത കാര്യം അവർ ചെയ്താൽ അവർക്ക് സുന്നത്തായിട്ട് കെട്ടുപെടുന്ന, അതിന് നിബന്ധന ഉണ്ട്. എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ തന്നെ ഉള്ള നിബന്ധനയാണ് മയ്യത്തിൻ്റെ ശുദ്ധി മുന്താന്ന്. ചിലർ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാൽ അവിടെ തന്നെ പെണ്ണുങ്ങൾ ചില സ്ഥലത്ത് നമുക്ക് നിസ്കരിക്കാനെന്നൊക്കെ പറയുന്ന കേൾക്കാം. അത് പുത്തനാശയക്കാരായ സ്ത്രീകളാണ് അധികം അതിന് വെമ്പുന്നത്. സുന്നികൾ അത് മത്ലൂബല്ലാത്തത് കൊണ്ട് അത് ഇത്തിബാർ ചെയ്യലുമില്ല. എന്നാൽ അതിലുള്ള നിബന്ധന എന്താ? ഒരു പുരുഷൻ ഇമാമത്ത് നിന്ന് കൊടുക്കുക, എന്നിട്ട് ബാക്കി സ്ത്രീകൾ നിസ്കരിക്കുക. അപ്പം ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഇങ്ങനെ സ്ത്രീകൾ മയ്യിത്ത് നിസ്കാരത്തിന്, നമ്മുടെ കുടുംബത്തിൽ പെട്ട മയ്യിത്ത് നിസ്കാരത്തിന് അവർ തിരിഞ്ഞപ്പോൾ ഞാൻ ഇമാമത്ത് നിന്ന് കൊടുത്തു, അവർ മാമുമായിട്ട് നിസ്കരിച്ചു. അപ്പോൾ ഇങ്ങനെ നിസ്കരിച്ചാൽ അവർക്ക് അതിന് പ്രതിഫലമുണ്ട്. പക്ഷേ സുന്നികൾ അങ്ങനെ നിർബന്ധിച്ച് ചെയ്യണമെന്ന് പറയലില്ല. ഇനി അങ്ങനെ ചെയ്ത് തെറ്റാണെന്ന് പറയേണ്ട ആവശ്യമില്ല. അവർ സ്വയം നിസ്കരിക്കലല്ലോ, വേറെ ആൾ ഫർള് കിഫ വിടാൻ വേണ്ടി വേറെ ആൾ ചെയ്തതിന് ശേഷം അവർ ചെയ്താലെന്താണ്? സുന്നത്തായിട്ട് ഗണിക്കും, പ്രതിഫലം കിട്ടും. ഇപ്പോൾ നമുക്ക് തേടപ്പെടാത്ത കാര്യങ്ങൾ ചിലതൊക്കെ ചെയ്താൽ നമുക്കത് സഹിയാകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജുമാ നിർബന്ധമുള്ളവർക്ക് പുരുഷന്മാർക്കല്ല. ഒരാൾ ഹറമിൽ ഹജ്ജിന് പോയി അല്ലെങ്കിൽ ഉംറക്ക് പോയി, ആ സമയത്ത് അവിടെ ഉംറക്കിൻ്റെ സമയത്ത് ളുഹറായി, വെള്ളിയാഴ്ച ദിവസം, ആ സമയത്ത് അവിടെ ജുമാ നടക്കുന്നുണ്ട്. ആ ജുമാ നിർബന്ധമില്ലാത്ത കുട്ടികളും സ്ത്രീകളൊക്കെ പങ്കെടുത്തു. എന്നാൽ അവർക്ക് പിന്നെ ളുഹർ നിസ്കരിച്ചോളം ഉണ്ടല്ല. അപ്പം മത്ലൂബല്ലാത്ത കാര്യമാണ് അവിടെ ചെയ്തത്. എന്നതുപോലെ മത്ലൂബല്ലാത്ത ഫർള് കിഫായായ കാര്യം, മത്ലൂബല്ലാത്തത് സ്ത്രീകൾ ചെയ്താൽ അവരെ ആക്ഷേപിക്കൊന്നും വേണ്ട. എന്നാൽ അത് നിർബന്ധമുണ്ടെന്നോ അത് ചെയ്യണമെന്ന്, ഈ ഫർള് കിഫയാണ് നിർബന്ധം, പുരുഷന്മാർ ചെയ്യുമ്പോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് നിർബന്ധിക്കാനും പാടില്ല. അങ്ങനെ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം പുരോഹിത വിഭാഗം അതിലൊരു കമൻറ്റിൽ വായിച്ചു, പുരോഹിത വിഭാഗം എന്താണ് ചില നിസ്കാരങ്ങളൊക്കെ ഇല്ലാതാക്കണുണ്ടല്ലോ എന്ന്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റും, പുരുഷന്മാർക്ക് നിസ്കരിക്കാൻ പറ്റുന്നിടത്തൊക്കെ സ്ത്രീകൾക്ക് നിസ്കരിക്കാമെന്ന് എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റാണ്. അപ്പോൾ അത് പറയുന്നത് പുരുഷന്മാർക്ക് നിസ്കരിക്കുന്നിടത്തൊക്കെ നിസ്കരിക്കാമെങ്കിൽ സ്ത്രീകൾക്ക് ആകെ നിഫാസം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് നിസ്കാരമല്ലല്ലോ. അപ്പോൾ ആ പുരുഷന്മാർക്ക് നിസ്കരിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ എല്ലാ സമയത്തും പുരുഷന്മാർക്ക് നിസ്കരിക്കാം, എന്നാൽ അവർക്ക് പറ്റില്ല. അവർക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. എന്നാൽ അവരോട് തേടപ്പെട്ട കാര്യങ്ങൾ മാത്രം അവർ ചെയ്താൽ മതി. ഇനി തേടപ്പെടാത്തത് ചെയ്ത് കരുതിയാണ്ട് തെറ്റുള്ളതാണെങ്കിൽ തെറ്റായിട്ട് വരും.
അല്ലെങ്കിൽ ചിലപ്പം നല്ല കാര്യങ്ങൾ പുരുഷന്മാരോട് തേടപ്പെട്ടത് സ്ത്രീകളും ചെയ്താൽ അവരോട് മത്തുരൂപത്തില്ലെങ്കിലും സുന്നത്തായിട്ട് വിടും. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു വിഷയമാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അവനാൻ ചെയ്യുന്ന ഇബാദത്തുകൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക, മറ്റുള്ളവരെ ആക്ഷേപിക്കാതെ, മറ്റുള്ളവരെ തെറി പറയാതെ. ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ, ഇങ്ങനെ ആക്ഷേപിക്കുന്ന ആൾക്കാർ വിശ്വാസത്തിൽ മറ്റുള്ളവരൊക്കെ മുശ്രിക്ക് എന്നാണ് പറയുന്നത്. അവരല്ലാത്തവരൊക്കെ മുശ്രിക്കുന്നു, ജാതിന്ന് പുറത്ത ആൾക്കാരാണെങ്കിലോ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ചെയ്യുന്ന പല മരിച്ചെടുത്ത് ഖുർആൻ ഓതുക, എന്നപോലെ കണ്ണൂക്ക്, ആണ്ട്, അടിയന്തരം, അതൊക്കെ ശിർക്കാണ്, കുഫ്റാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ യക്റോ സൂറത്ത് യാസീൻ ഇന്ത മൗത്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂൽ. സൂറത്ത് യാസീൻ ഓതുക മരണമാസന്നമായവരുടെ അടുക്കൽ വെച്ചെന്ന്. അഫീർ രൂപത്തിന് അലാ മൗത്താക്കും, ഒരു റിപ്പോർട്ടിൽ മരണപ്പെട്ടവരുടെ അടുക്കൽ നിന്നും. ഇതൊക്കെ തെറ്റാണ്, കുറ്റാണെന്ന് പറയുന്ന ആൾക്കാർ, ഇവരൊക്കെ നിയമങ്ങൾ കണ്ടുപിടിക്കുന്ന ഉടനെ നമ്മളിവിടെ നിയമങ്ങൾ കൊണ്ടെടുക്കുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ലക്ഷങ്ങളോളം ഹദീസുകൾ മനപ്പാടുള്ളവർ അവർ ക്രോഡീകരിച്ച് വെച്ച നിയമങ്ങളാണ് സുന്നികളോട് പറയുന്നതൊക്കെ. ഞാൻ ഒരു വിഭാഗ്യത പറയല്ല. അപ്പോൾ ഇങ്ങനത്തെ വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ചെയ്യേണ്ടത്. എന്നപോലെ ഒരാൾ മരിച്ചാൽ 3, 40 ഈ ആണ്ടൊക്കെ കഴിക്കുന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്താ? ഇബ്നു അബുദ്ദുനിയ നിവേദനം ചെയ്യുന്നു. എന്താണ്? ഒരാൾ മരിച്ചാൽ അവരെ മയ്യത്തിനെ ഖബറിൽ അദാബ് ചെയ്യപ്പെടുന്നു. അവരെ ചോദ്യം ചോദിച്ച് അവർക്ക് ശിക്ഷ ഉണ്ടാവും. അധികം ആളുകൾക്കും ചില ആളുകളോട് 3 ദിവസം ചോദ്യം ചെയ്യും, 40 ദിവസം, കൊല്ലങ്ങളോളം നിൽക്കുക. എന്താണ് ഓരോ ഹദീസുകളിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെ മയ്യത്തിന് അളവ് കിട്ടാൻ വേണ്ടി അവർക്ക് വേണ്ടി സദഖ ചെയ്യുന്ന ഈ പതിവ് സഹാബത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 40 ദിവസം അവർ ഭക്ഷണം കൊടുത്തുകൊണ്ട് സദഖ ചെയ്തുകൊണ്ട് അതിൻ്റെ ഫضല് കൊണ്ട് രക്ഷപ്പെടട്ടെ എന്നുള്ള നിലക്ക് 40 ദിവസം തുടരായിട്ട് ഭക്ഷണം കൊടുത്തിരുന്നു. എന്നാൽ ഇതൊക്കെ ബിദ്അത്തും ശിർക്കും കുഫ്റാണെന്ന് പറയുന്ന നാടാണ് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യയിൽ ഞാൻ കൂടിയിട്ടുണ്ട്. എന്തിൽ? ഒരു മരിച്ച കണ്ണൂക്കിൽ. അവിടെ എന്താണ് കണ്ണൂക്കിൽ വലിയ സൂപ്പറോട് വെക്കുക, 3 ദിവസം ഉണ്ടാകും അവിടെ ഒരു റോഡിൻ്റെ സൈഡിലാണ് മരിച്ചതെങ്കിൽ ഒരു മരിച്ച ആൾ അവരെ മയ്യത്ത് മറയത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരെ ഒരു ഏരിയയിൽ ഒന്നായിട്ട് ഇങ്ങോട്ട് ഈ മുസല്ല വിരിച്ചിട്ട്, ഇങ്ങനെ കർട്ടൻ വിരിച്ചിട്ട് അവിടെ നിന്നാണ് ഇങ്ങനെ ബൾബ് തൂക്കിയിടും. ഒരു ബൾബ് കത്തുന്നത് ഒരു ബൾബ് കത്താത്തതായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തൂക്കിയിടും. ഇത് കണ്ടാൽ മനസ്സിലാക്കണം അവിടെ മരിച്ചിട്ടുണ്ട് എന്ന്. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാ ബൾബും കത്തുന്നതാണെങ്കിൽ അവിടെ കല്യാണമായിരിക്കും. കല്യാണത്തിനും അങ്ങനെ ബൾബ് തൂക്കിയിടില്ല പതിവ്. സൗദിയിൽ നിൽക്കുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ ഒരു ബൾബ് കെട്ടും, ഒരു ബൾബ് കത്തി, ഒരു ബൾബ് കെട്ടും, ഒരു ബൾബ് കത്തിയിട്ടാണ് ഇങ്ങനെ തൂക്കിയതെങ്കിൽ അവിടെ കണ്ണൂക്കാണ്. 3 ദിവസം കണ്ണൂക്കാണ്. അവിടെ നല്ല സമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊടുക്കുക. ഈ നല്ല കോയും മന്തിയും ആട് പോയി ചുട്ടതും ഒക്കെ കൊടുത്തിട്ട് ഓരോരുത്തർ വരുന്നു. അവരെന്താണ് അങ്ങോട്ട് മുസാബത്ത് ചെയ്യണ്, അങ്ങോട്ടൊക്കെ പറയുന്നത്. എന്നാൽ താജിയത്ത് സുന്നത്ത് പറഞ്ഞാൽ മരിച്ച അവരെ വീട്ടിൽ അവരെ സന്ദർശിച്ച് സമാധാനിപ്പിക്കാം. അപ്പം ഇതൊക്കെ ചെയ്യാൻ കാരണം ഇങ്ങനെയൊക്കെ മരിച്ചവർക്ക് നമ്മൾ ചെയ്യുന്ന സദഖകൾ അവർക്ക് ഉപകരിക്കുന്നുള്ള ആൾക്കാം. എന്നാലും ഇതൊന്നും നിർബന്ധമല്ല. ഒരാൾ പറയണം എൻ്റെ ബാപ്പ മരിച്ച് ഞാൻ കണ്ണൂക്കന്നെ കഴിക്കണില്ല, ഞാൻ ഇവിടെ ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്നും അവനെന്താണ് ജാതിന്ന് പുറത്തേക്കൊന്നും പോകണ്ട. ഒരു സുന്നത്താണ്, താജിയത്തൊക്കെ സുന്നത്താണ്. ഇങ്ങനെയൊക്കെ ചെയ്യലൊക്കെ സുന്നത്താണ്. മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും സുന്നത്താണ്, നിർബന്ധമല്ല. അപ്പോൾ ഇതിൻ്റെ മേലൊന്നും ആക്ഷേപിക്കാതെ, മനുഷ്യനുള്ള സൗഹാർദ്ദം തമ്മിൽ തകർക്കാതെ, മറ്റുള്ളവരെ മുശ്രിക്ക് കാഫിർ എന്ന് പറയാതെ. ഇപ്പോൾ ഒരു സുന്നിയും ഒരു മുജാഹിദിനെ മുശ്രിക്ക് എന്ന് പറയുന്നില്ലല്ലോ. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ജാതിന്ന് പുറത്തു നിന്നാണ്, അവർ മാത്രമുള്ള മുസ്ലിം, മറ്റുള്ളവർ മുശ്രിക്കാണ്. ഇങ്ങനത്തെ ഈ വിഷയങ്ങളൊക്കെ തറിക്കേണ്ട കാലമല്ലത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട്, കാരണം നമ്മൾക്ക് തല വേണമെന്ന് തീരുമാനിച്ചിട്ടല്ലേ തലക്കെട്ടിനെ പറ്റി ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞൊരു കാലത്താണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ന്യൂനതകളൊക്കെ തുഴഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളിലുള്ള തമ്മിലുള്ള ഐക്യം ഒഴിവാക്കിക്കാണ്ട് ഉള്ള മുസ്ലിമീങ്ങളൊക്കെ കാഫറും മുശ്രിക്കുമാക്കിയിട്ട് ഇവിടെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഇഷ്ടം മാത്രമുള്ള മുസ്ലിം, ബാക്കിയുള്ളവരൊക്കെ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട തന്നെ ബാക്കിയുള്ളവരൊക്കെ മുശ്രിക്കാണെന്ന് പറഞ്ഞാണ് അവർ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഉള്ള ആളുകളൊക്കെ ജാതിനെ പുറത്താക്കിയിട്ട് നിങ്ങൾ കുറച്ച് ആൾക്കാർ സ്വർഗത്തേക്കാണ്ട് പോകുക. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സുന്നികൾ ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യാത്തതിൻ്റെ അവർക്ക് ലക്ഷ്യമുണ്ട്. ചെയ്യണം, നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. സുന്നികളും സ്ത്രീകളും തമയത്ത് സ്കരിക്കാത്തത് മത്തലൂബില്ലാത്തത് കൊണ്ട് തന്നെ, തേട്ടല്ലാത്തത് കൊണ്ട് തന്നെ. മത്തലൂബില്ലാത്തത് ചെയ്താലെന്താ? ചെയ്തുള്ളവർ ചെയ്തോട്ടെ, ചെയ്യണമല്ലോ, നമ്മൾ ചെയ്യേണ്ടെന്ന് പറയണില്ലല്ലോ. ഇത്രേ ഉള്ളൂ ഇപ്പോൾ ഇതിലൊക്കെ ഉള്ളത്. എന്നാലും മത്തലൂബുള്ള ഈ മരിച്ചെടുത്ത് വെച്ച് ഖുർആൻ ഇതെന്താ നിങ്ങൾ ചെയ്യാത്തതെന്ന് ചോദിച്ചാലോ, അത് നബി സാഹബക്കളും ചെയ്തത് കണ്ടിട്ടില്ല എന്ന്. ഇവർ നബി സാഹബക്കൾ ഉള്ള കാലത്തുള്ളത് പോലെ ഉണ്ട്.
നബി സഹാബത്തിൻ്റെയും കാലം കഴിഞ്ഞ് ഗവേഷണയോഗ്യരായ ഇമാമിയങ്ങൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടുള്ള ആളുകൾ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ സൂറ ചെയ്യും. അവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതി അവർക്ക് ഹദിയ ചെയ്താൽ കിട്ടുന്നു. ഷാഫി മതബ് പ്രകാരം അവർക്ക് ഹദിയ ചെയ്താൽ കിട്ടും. ഖുർആൻ ഓതിയിട്ട് അവർക്ക് ഹദിയ ചെയ്യണം. മറ്റുള്ള 3 മതബിലും ഖുർആൻ ഓതിയാൽ തന്നെ കിട്ടും അവരുദ്ദേശിക്കാണ്ട്. ഷാഫി ഇമാമിൽ എന്താണ് ഓതിയാൽ കിട്ടൂല. ഓതിയാൽ പ്രതിഫലം ഇനിയിപ്പോൾ ഓതിയതിൻ്റെ കൂലി മയ്യത്തിന് കിട്ടില്ല. ഓതിയതിൻ്റെ കൂലി മയ്യത്തിനല്ല കിട്ടണം, അവൻ തന്നെ കിട്ടുന്നത്. സവാബീസിലാണ് അവന് കിട്ടുക, അവൻ്റെ കൂലി പോലത്തത്. ഇതൊക്കെ മത്ലൂബ് ആദ്യം നമ്മൾ ചെയ്യൂല. മത്ലൂബ് അല്ലാത്തത് ചെയ്തിട്ട് മറ്റുള്ളവരെ എന്താണ് അതിനെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വിമർശിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാത്ത് സൂക്ഷിച്ച് മരിക്കുന്ന സമയത്തെങ്കിലും നമ്മളൊരു ഒന്ന് ഈ യോജിച്ച് കണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മളാലോചിക്കുക, നമ്മളെ കുടുംബത്തിലൊരാൾ മരിച്ച വീട്ടുകാരെ അവിടെ നിന്നാണ് പോവുക ചെയ്തത് മുജാഹിദായത് കൊണ്ട്. ഈ 3 ദിവസം നമ്മൾ ആ വീട്ടുകാരെ സമാധാനിപ്പിക്കാൻ അവിടെ നിന്നാൽ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചു. എന്ത് മരിച്ച വീട്ടിൽ നിന്ന് ഒരാളെന്താണ് പെട്ടെന്ന് ആക്സിഡൻ്റായി മരിച്ചു, ആ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു, അവിടെ നിന്ന് ആരും ചെന്നില്ല, ആ ഓല ഉണ്ടാക്കി വെച്ചിട്ട് എന്നാൽ എന്താണ് അതിൻ്റെ അവസ്ഥ? സാമൂഹ്യ ബാധ്യതകൾ ഒന്നിട്ടില്ല, സമാധാനിപ്പിക്കത്തൊന്നും ചിന്തിക്കണ്ടേ? ആ പരിക്ക് ചെല്ലാതൊക്കെയാണ് വേണ്ടിയത്. അതല്ല, ആ വീട്ടിൽ ചെന്നുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുക, അവിടെ നിന്ന് ഖുർആൻ ഓതുക, ആ മയ്യത്തിന് വേണ്ടി ദ്വാരക്കുക, ഇതൊക്കെ ചെയ്യണം. ഇതൊക്കെ നല്ല നല്ല സദാചാരങ്ങൾ ദുരാചാരങ്ങളാക്കി ചിത്രീകരിച്ചുകൊണ്ട് സാമൂഹ്യ ബാധ്യതകളൊക്കെ ഒഴിവാക്കി ജനങ്ങളുടെ ഇടയിൽ ഒന്നും അല്ലാതാക്കിയിട്ട് റഷീദുൽ മുഹമ്മദ് അബ്ദു പോലത്തവരുടെ ഈ അഭിപ്രായങ്ങൾ സലഫി മൻഹജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജൂതായിസം വളർത്തുന്ന ഒരു വിഭാഗം. അപ്പോൾ ഇതിനൊക്കെ അള്ളാഹ് നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞു നിർത്തുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ഇനിയും കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൂടെ എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തുന്നു.